കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെറും 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് നല്ല ഹെൽത്തി നൂഡിൽസ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റുമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. 1 സ്പൂൺ വെച്ചിട്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുഴക്കുന്നതിനിടയിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന പൊടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് സോഫ്റ്റ് ആവണം, കാരണം നമുക്കിത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് പീച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് സോഫ്റ്റ് ആവണമെന്ന്. ഇപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ ഈ മാവിനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് കുഴക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ടാണ്, സൺഫ്ലവർ ഓയിൽ കയ്യിൽ തടവിയിട്ടാണ് കുഴക്കുന്നത്. കാരണം ആ ഇടിയപ്പത്തിൻ്റെ അച്ചിലിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3-4 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം തിളക്കാറാവുമ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ കുഴച്ച് വെച്ച മാവില്ലേ, അത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൽ കുറേ ചില്ലുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഞാനിപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അതേ ചില്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലും കുറച്ച് വലിയ ഹോൾസ് ഉണ്ടാവും, പക്ഷേ അതപ്പോൾ ഒരുപാട് കട്ടി കൂടിപ്പോവും. ഈ നൂഡിൽസിൻ്റെ ആ നൂലായിട്ട് വരില്ലേ, അത് ഒരുപാട് കട്ടി കൂടിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന സെയിം സാധനം തന്നെയാണ് ഇതിനും എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ മാവിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോഴേക്കും നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, അതിന് ശേഷം എടുത്താൽ മതി. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് വേണം ഇതിനെ ഇങ്ങനെ നമ്മൾ ഇടിയപ്പത്തിന് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിനെ ഇങ്ങനെ പീച്ചെടുക്കാൻ. അപ്പോൾ ഈ നൂല് തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല എല്ലാം വിട്ട് നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ലോങ് നൂൽസായിട്ട് എടുക്കുന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ആകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല ലോങ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെ മൊത്തത്തിൽ അങ്ങ് പീച്ചിട്ട് എടുക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇനി ഇതിലും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഭാഗമാകുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് വീണ്ടും ചെയ്യുക. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചോട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെയാണ് വെള്ളം തിളക്കുന്നത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഗോതമ്പ് പൊടിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ കുട്ടികളും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. കാരണം നൂഡിൽസ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടല്ലേ കുട്ടികൾക്ക്. നൂഡിൽസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. പിന്നെ നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് നൂലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം നൂലുകൾ അടുത്തടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ നന്നായിട്ട് തിളക്കണം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം, വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ഇനി. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തന്നെ ഇതിൽ കിടന്ന് തിളച്ചോട്ടെ, എന്നാലേ അത് പാകത്തിന് കുക്കാവുള്ളൂ. അതിനുശേഷം ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ പാകത്തിന്. ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കാം. സാധാരണ നമ്മൾ നോർമൽ വാട്ടർ എടുക്കാം. എന്നിട്ട് ഈ നൂഡിൽസ് ഇതിൽ നിന്ന് കോരിയിട്ട് ഈ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം അത് തീരെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലും ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കോരിയിട്ട് നേരെ ഈ തണുത്ത വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നൂഡിൽസ് കംപ്ലീറ്റ് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കണ്ടോ, ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസ് വേവിച്ചെടുത്താൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെന്ന് വിചാരിച്ച് ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും സാധാരണ നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റുമാണ്. ഇനി ഇതൊരു 3 മിനിറ്റൊക്കെ ഇതിലൊന്ന് കിടക്കട്ടെ. 3-4 മിനിറ്റ് ഈ തണുത്ത വെള്ളത്തിൽ കിടക്കട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനതിനെ ഡ്രൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഡ്രൈൻ ചെയ്തെടുത്തു. കണ്ടോ, ഇതിൻ്റെ നൂലിൻ്റെ തിക്നെസ്സും ഞാനിപ്പോൾ സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ചിലരുടെ ഇടിയപ്പത്തിൻ്റെ ആ അച്ച് നല്ല ചെറുതായിരിക്കും. അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ റൗണ്ടുള്ളത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും റെഡിയാക്കാം. ഞാൻ സാധാരണ നൂഡിൽസ് റെഡിയാക്കുന്ന രീതിയിൽ ചെയ്യുകയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളീനെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കം കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രോപ്പർ മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്തെടുത്തതാണ്. ബാക്കിയുള്ളതങ്ങ് കട്ട് ചെയ്തെടുത്താണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇനി നമുക്ക് ഇതിലേക്ക് സോയ സോസ് ഒഴിക്കാനുള്ളതാണ്. അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പേ ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 2 മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 മുട്ട ഈ സൈഡിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുണ്ട എന്തും ചേർക്കാം കേട്ടോ. സവാള ചേർക്കണമെങ്കിൽ സവാള ചേർക്കാം. ചിലർ സവാള ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ അത് ചേർക്കാറില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടയും ഈ ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുവന്ന മുളകില്ലേ, അത് പൊടിച്ചത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഞാനതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ ഇനി 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും ഹെൽത്തി നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ എന്ന്. സോസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. സോസ് ചേർക്കാതെയും നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് സോസ് ചേർത്തു എന്നേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നൂഡിൽസ് ചേർത്ത ശേഷം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹോം മെയ്ഡ് വീറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ ലീവ് ആയതുകൊണ്ട് കുട്ടികൾ വീട്ടിലുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.